ഇച്ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ അതിനു വേണ്ടി ഇവിടെ ആക്കിയ നല്ല സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല അമ്മേനെ ഇവിടെ ആക്കാനായിട്ട്. പക്ഷെ എന്നെക്കൊണ്ട് വയ്യാത്തതുകൊണ്ടാണ്, വീട്ടിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. അതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടാക്കിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ ഈ സഹോദരന്റെ വീഡിയോ കണ്ടപ്പോഴേ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയി. ഒരുത്തന്റെ നിവൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പൊ ചില ആളുകൾക്ക് നിവൃത്തികേടിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ചില ആളുകൾ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ അച്ഛനെ അമ്മേനെയൊക്കെ നമ്മൾ ഒഴിവാക്കി ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ പറയുന്ന അഗതി മന്ദിരത്തിലൊക്കെ കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷെ ഒരു പാവപ്പെട്ടവന്റെ നിവൃത്തികേടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്കിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി ആക്കാൻ മനസ്സുണ്ടായിട്ടല്ല, ഒരല്പം സന്തോഷം കിട്ടുവാണെങ്കിൽ, ആ സന്തോഷം കിട്ടുവാണെങ്കിൽ അവരത് സന്തോഷിച്ചോട്ടെ. കാരണം എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് അവരുടെ സന്തോഷം അവർക്ക് അല്പം, എന്തായാലും അവർ ഒരുപാട് പ്രായമായ ഒരു ആളാണ്. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ, എൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്ക് അവർക്ക് അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കൊണ്ടുപോയി ആക്കുക. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാലഘട്ടത്തിൽ അച്ഛനെ അമ്മേനെ ഒന്നും സ്നേഹിക്കാത്ത ഒരുപാട് മക്കളുണ്ട്, അംഗീകരിക്കാത്ത ഒരുപാട് മക്കളുണ്ട്, ഇതുപോലെ അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കുന്ന മക്കളുണ്ട്. നമ്മൾ ചെയ്യരുത് മക്കളെ, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ വീഡിയോ അതല്ല പറയുന്നത്. നിവൃത്തികേട് കൊണ്ട്, അതായത് ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് കൊണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ നോക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ അമ്മേനെ കൊണ്ടുപോയിട്ട് അഗതി മന്ദിരത്തിൽ ആക്കേണ്ട വന്നു, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് സുവർണ്ണ കാലഘട്ടം. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. പണ്ട് മോഹൻലാൽ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെയുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമുക്ക് ബന്ധങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വാല്യൂ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ, ചേട്ടനനിയന്മാരൊക്കെ തമ്മിൽ അടിച്ചു പിരിയുന്നു, പല പ്രശ്നങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാൻ, നമ്മളെ ഒരു ദിവസം നമ്മളിന്ന് വിളിക്കാൻ. അപ്പോൾ മക്കളെ, നമ്മൾ അച്ഛനും അമ്മേനും മാക്സിമം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ നോക്കുക, നന്നായിട്ട് കെയർ ചെയ്യുക, സ്നേഹിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ.